ശഅബാൻ മുഴുവനുമായും നോമ്പ് നോൽക്കണം. റമളാൻ മുഴുവനുമായും മാത്രമല്ല, അത് കഴിഞ്ഞ് ശവ്വാലിന്റെ 6 ദിവസവും നോമ്പ് നോറ്റ് ഇക്കാലയളവിൽ 96 നോമ്പ് നോൽക്കുന്ന മുഅ്മിനീങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും നാടിന്റെ അനുഗ്രഹങ്ങളാണ്. നമുക്ക് ദുആക്ക് ഇജാബത്ത് ലഭ്യമാകാൻ കാരണക്കാരവരാണ്. അല്ലാഹു കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെയും കുടുംബത്തെയും ഒക്കെ രക്ഷപ്പെടുത്തുന്നത് ഇങ്ങനെ അല്ലാഹുവിലേക്ക് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് മാസങ്ങളോളം വ്രതാനുഷ്ഠാനവുമായി കഴിഞ്ഞുകൂടുന്ന മുഅ്മിനീങ്ങളെ കൊണ്ടാണ്. ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനത്തെ ആളുകളെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. നോമ്പ് നോറ്റവരൊന്നുമല്ല, കണ്ടു. മാഷാ അല്ലാഹ്, കണ്ടില്ലേ? ഞാൻ പറഞ്ഞതെന്തിനാണെന്ന് അറിയപ്പെടും. പിന്നെ കുറേ കുട്ടികളൊന്നും, വേറെ പുറത്തുള്ള കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള സദസ്സിലൊക്കെ ചിലപ്പോൾ അത് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു സംഗതിയെ പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് പറയും, ഇതാ കൈ പൊക്കിയാൽ ഓർക്ക് മനസ്സിലാവും. ചിലപ്പോൾ അവരുടെ അടുത്ത ആളുകൾ തന്നെ ആയിരിക്കും കൈ പൊക്കിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ട്. അത് കഴിയുന്നത് ആർക്കാണ്? അവർക്കാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ സ്വർഗത്തിന്റെ കവാടമായ റയ്യാൻ ഒരുക്കിയിട്ടുള്ളത്. നമ്മളിങ്ങനെ പലപ്പോഴും അള്ളാഹു നമുക്കൊക്കെ നമ്മളെ റമദാനിലെ നോമ്പ് കൊണ്ട് തന്നെ തരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ റമദാനിലെ നോമ്പ് കൊണ്ട് മാത്രം അത് കിട്ടുമെന്നുള്ള കാര്യം ആലോചിക്കും. ഹദീസിൽ തന്നെ ഉണ്ടല്ലോ, സ്വർഗത്തിന് 8 കവാടങ്ങൾ ഉണ്ട് എന്നാണ്. ഓരോ ഇബാദത്തും സ്പെഷ്യലായിട്ട് ചെയ്ത ആളുകൾ, അതിൽ താല്പര്യം കാണിച്ച ആളുകൾ, ചിലർക്ക് നോമ്പിലായിരിക്കും താല്പര്യം, ചിലർക്ക് നിസ്കാരത്തിലായിരിക്കും താല്പര്യം, ചിലർക്ക് ഇതൊക്കെ സാധാരണ നോർമലി ചെയ്യുന്ന ആളാണെങ്കിൽ ഞങ്ങൾക്ക് സ്വതക്കയിലായിരിക്കും താല്പര്യം. അങ്ങനെ ഓരോ താല്പര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ചിലർക്ക് മാതാപിതാക്കളെ പരിപാലിക്കുക എന്നുള്ളതിലായിരിക്കും വലിയ താല്പര്യം. ഇങ്ങനെ ഉണ്ടാവും. അതിനനുസരിച്ച് അവർക്ക് സ്വർഗത്തിലെ കവാടങ്ങൾ കിട്ടുന്നതാണ്. ഈ സംഭവം പറയുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തൽപരനായ ഒരാളാണെങ്കിലോ? അവിടുന്ന് മറുപടി പറയുകയാണ്, അങ്ങനെയുള്ള ആളുകൾ ആ സ്വർഗലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ 8 കവാടങ്ങളും ആ മനുഷ്യനെ ഇങ്ങനെ മാടി വിളിക്കുന്നതാണ്, ഇതിലൂടെ വരൂ, ഇതിലൂടെ വരൂ, വ അൻത മിൻഹും യാ അബൂബക്കർ. അങ്ങനെ വിളിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് താങ്കൾ അബൂബക്കറെ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. അപ്പൊ അതാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി. നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണമേ. ആ നിസ്കാരത്തിന്റെ വർധനവ്, ആ നിസ്കാരങ്ങളുടെ റക്അത്തുകളുടെ എണ്ണത്തിന്റെ വർധനവ്, തഹജ്ജുദ് നിസ്കരിച്ച്, ളുഹാ നിസ്കരിച്ച്, റവാത്തിബുകളുടെ എണ്ണങ്ങൾ വർദ്ധിപ്പിച്ച് ഈ മാസങ്ങളിൽ ആ റമളാനിലേക്ക് സന്തോഷത്തോടുകൂടെ കടന്നു ചെല്ലുവാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് ഇബാദത്തുകൾ കൊണ്ട് അല്ലാഹുവിലേക്ക് സന്തോഷത്തോടെ ആ നോമ്പിൽ നമുക്ക് അടുക്കാൻ കഴിയുന്നത്. അല്ലാഹുവിനോട് ആ റമളാനിൽ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകമായി നമ്മൾ തേടുന്ന ഒരു വിഷയമാണ് ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവേ, ഖുർആൻ പാരായണം ചെയ്യാൻ, ആ ഖുർആൻ ഓതാൻ, അത് അതിലേക്ക് അടുക്കാൻ, അത് ഹൃദയത്തിൽ വെക്കാൻ, അത് മനഃപ്പാഠമാക്കാൻ, ആ ഖുർആനുമായി ബന്ധപ്പെട്ട ഖിദ്മാത്തുകൾ ചെയ്യാൻ ഈ റമളാനിൽ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുവെങ്കിൽ, ഇവിടെ ഇതാ ഖുർആൻ മനഃപ്പാഠമാക്കിയ കൊച്ചുമക്കൾക്കുള്ള ഹിഫ്ളിന്റെ സന്നദ്ധാനവും ഇവിടെ നാളെ നിർവഹിക്കപ്പെടുന്നുണ്ട്. ഖുർആനിനോട് സ്നേഹമുള്ള ഒരു നാടാണിത്. ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യപ്പെടുന്ന ഒരിടമാണിത്. അല്ലാഹുവിന്റെ കലാം പഠിക്കുന്ന ആ പ്രിയപ്പെട്ട മക്കൾക്ക് സ്നേഹത്തോടെ ഭക്ഷണം നൽകുന്ന നാട്ടുകാരാണ് ഈ നാട്ടിലുള്ളത്. ആ ഖുർആൻ അടിസ്ഥാനമാക്കി വിപുലമായ ഒരു ദർസ് ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, ആ ഖുർആൻ സത്യത്തിൽ നമ്മളുടെ കൈകളിലുണ്ടോ? ആ ഖുർആൻ നമ്മളുടെ കണ്ണുകളിലുണ്ടോ? ആ ഖുർആൻ നമ്മളുടെ കൽബുകളിലുണ്ടോ? നമ്മളുടെ കേൾവികളിൽ, നമ്മളുടെ ചെവികളിലൂടെ, നമ്മളുടെ ചുറ്റുപാടുകളിലൂടെ ആ ഖുർആനിന്റെ ശബ്ദബീജികൾ വളരെ കൃത്യമായി നിരന്തരമായി അലയടിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ കലാമിനോടുള്ള സ്നേഹവും ഇഷ്ടവും നമ്മളുടെ മനസ്സിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമായ സംഗതിയായി നമ്മളുടെ കൂടെ ഉണ്ടോ എന്ന് ചിന്തിക്കുവാൻ കൂടെ ഈ അവസരം നമ്മൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഗൗരവത്തോടു കൂടെയുള്ള വിചാരമാണത്. ഖുർആനുള്ള നാടാണല്ലോ, ഖുർആന് വേണ്ടിയിട്ട് കോളേജ് ഉണ്ടല്ലോ. ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളം കൂടിയാണത്. എന്ത്?
ഖുർആൻ ഖൽബിലില്ലാതെ വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മു, ഖുർആനിൽ നിന്നതിന്റെ ഏടുകൾ, അതിന്റെ ലിപികൾ മാത്രം അവശേഷിക്കുന്ന ഒരു കാലം, അത് ഭയപ്പാടിന്റെ കാലമാണ്. നമ്മുടെ ബലം ഖുർആനാണ്, നമ്മുടെ ശക്തി ഖുർആനാണ്, നമ്മളുടെ മനസ്സിന്റെ ആത്മധൈര്യം ഖുർആനാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ജനങ്ങളെ, ധാരാളം കുഴപ്പം ലോകത്ത് സംഭവിക്കാനിരിക്കുകയാണ്. സതകൂനു ഫിത്ന. അപ്പൊ അവിടുന്ന് ചോദിച്ചു, സഹാബികൾ ചോദിക്കാൻ, മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, ആ കുഴപ്പത്തിൽ നിന്ന് മോചിതനാവാനുള്ള മാർഗം എന്താണ്? അതിൽ നിന്നുള്ള രക്ഷാവഴി ഏതാണ്? ഒറ്റ മറുപടിയാണ് അവിടുന്ന് പറഞ്ഞത്, കിതാബുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാകുന്നു, അവന്റെ കലാം ഉൾപ്പെട്ട ആ വിശുദ്ധമായ വേദമാകുന്നു. നിങ്ങളുടെ മനസ്സുകളെ മോശമായ രീതിയിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന രീതിയിലുള്ള കുഴപ്പങ്ങൾ, സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ അബദ്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കുഴപ്പങ്ങൾ, നിങ്ങൾക്കെതിരായി ആരോപണങ്ങൾ, ദുരാരോപണങ്ങളും കുപ്രചാരണങ്ങളും നടന്നുകൊണ്ടുള്ള മോശമായ വർത്തമാനങ്ങൾ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ശത്രുതാ മനോഭാവത്തോടെ നിങ്ങളെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഇങ്ങനെ നിരവധിയായ കുഴപ്പങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അത് അല്ലാഹുവിന്റെ കലാമാണ്. കാരണം നിങ്ങൾക്ക് ആത്മധൈര്യം നൽകുന്ന മുൻഗാമികളുടെ വർത്തമാനങ്ങൾ അതിലുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന വരാനിരിക്കുന്ന വിജയത്തിന്റെ സൂചനകളായ വൃത്താന്തങ്ങൾ ആ വിശുദ്ധമായ കലാമിലുണ്ട്. നിങ്ങൾക്കിടയിൽ ഏത് കാലത്ത് എന്ത് വിഷയങ്ങൾ ഉണ്ടായാലും വഹുക്കുമുമാ ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള ഏത് പ്രശ്നത്തിന്റെയും പരിഹാരം ആ വിശുദ്ധമായ ഗ്രന്ഥത്തിലുണ്ട്. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ ഉജ്ജ്വലമായ സന്മാർഗ ദർശനമാണ്. വഹബലുല്ലാഹിൽ മതീൻ, അല്ലാഹുവിന്റെ ഉറപ്പുള്ള കയറാണ് വിശുദ്ധമായ ഗ്രന്ഥമെന്ന് ആദരവായ സയ്യിദുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളുടെ കണ്ണുകൾ ആ ഖുർആനിലേക്ക് പോകുന്നുണ്ടോ എന്ന് ആലോചിക്കണം. മുസ്ഹഫ് നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട്, പക്ഷെ അത് ഖുർആനാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ഈ കലാം സൂക്ഷിച്ചിരിക്കുന്ന, രേഖപ്പെടുത്തിയിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഗ്രന്ഥത്തെയാണ് നമ്മൾ മുസ്ഹഫ് എന്ന് പറയുന്നത്. ഖുർആനെന്ന് നമ്മൾ സാങ്കേതികമായിട്ട് അതിനെ വിളിക്കുന്നു. പക്ഷെ അത് മാത്രമാണോ ഖുർആൻ? അതിലുള്ളത് ഖുർആനാണെന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഖുർആൻ എന്ന് പറയുന്നത് അതിൽ മാത്രമല്ല ഉണ്ടാവുക. നമ്മൾ പാരായണം ചെയ്യുന്ന, നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, നമ്മൾ പഠിക്കുന്ന, നമ്മൾ ഈ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അങ്ങനെ നമ്മളുടെ നാവിലൂടെ നിരന്തരമായി പാരായണം ചെയ്യപ്പെടുന്ന, പാരായണം ചെയ്യപ്പെടേണ്ട റഹ്മാനായ റബ്ബിന്റെ ഈ തിരുവചനങ്ങളോട് നമ്മൾ എത്രത്തോളം നീതി പുലർത്താറുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. മുസ്ഹഫുകളെ നമ്മൾ ഖുർആനുകളാക്കി മാറ്റാറുണ്ടോ? ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ പാരായണം ചെയ്യപ്പെടുന്നത് എന്നതാണ്. ഖുർആനിൽ അല്ലാഹു ഖുർആനിനെ സംബന്ധിച്ച് പ്രയോഗിച്ചിരിക്കുന്നതും അങ്ങനെ പാരായണം ചെയ്യപ്പെടുന്ന, പാരായണം ചെയ്യപ്പെടേണ്ട, ഓതപ്പെടേണ്ട വചനങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അതിനോട് എത്രത്തോളം നമ്മൾ നീതി പുലർത്താറുണ്ട് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്.